ബി.ജെ.പി. പാലക്കുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്.എസ്.എൽ.സി, ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബി.ജെ.പി. പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിന്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വലിയ കഴിവുകൾ, നിങ്ങൾ ഇനി നേടാൻ പോകുന്ന കഴിവുകളടക്കം വലിയൊരു മേഖല തന്നെ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പൊ അത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ന് വളർന്നു വരുന്ന ഭാരതത്തിന്റെ ആ ഒരു പ്രതീക്ഷ നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഭാരതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ്. ഒപ്പം തന്നെ ഇപ്പൊ പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ നേരത്തെ അജിത് വി ഗോവിന്ദ് സൂചിപ്പിച്ച പോലെ ഒട്ടനവധി മാഫിയകൾ ഇന്ന് വിദ്യാർത്ഥിനി കോളേജുകളിലൊക്കെ ആയിട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്. മയക്കുമരുന്നും അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. തുടക്കം നമുക്ക് അതെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നിക്കൊണ്ട് നമ്മളെ വളരെയധികം ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുവാൻ വേണ്ടി സാധ്യതയുണ്ട്. കല്ലൂർക്കാട് സരസ്വതി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ എം ശരത് ചന്ദ്രൻ നായർ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ബി.ജെ.പി. മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ, ഒ.ബി.സി. മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി പി.എം. മനോജ്, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം സെക്രട്ടറി ജോയി എൻ.സി., പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി സുജിത് വി.ആർ., പഞ്ചായത്ത് സമിതി വൈസ് പ്രസിഡന്റ് കുഞ്ഞു പി.കെ., പഞ്ചായത്ത് സമിതി സെക്രട്ടറി അനൂപ് എം.എസ്., അനൂപ് കെ.ആർ., ജയൻ കെ.എൻ., ജനാർദ്ദനൻ നായർ, എ.കെ. മോഹനൻ, റെജി വി.എം., ജയൻ എം.ആർ., എൻ.ആർ. ഗോപാലകൃഷ്ണൻ നായർ, സിദ്ധാർത്ഥ് കെ.എച്ച്., ദേവദാസ് ഡി, സിനി ഹരികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങൾ പഠിച്ച് പുറത്തേക്ക് പോകുമ്പോൾ പുറത്തെ രാജ്യങ്ങളിലായിരിക്കും കാനഡ, ഓസ്ട്രേലിയ രാജ്യങ്ങളിലായിരിക്കും ജോലികൾ ചെയ്യുമ്പോഴും ഭാരതത്തെ കുറിച്ചുള്ള ഒരു മഹിമ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഇവിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ കാലഘട്ടം നമുക്ക് എന്താ നമ്മുടെ